ഹായ് ഫ്രണ്ട്സ്, ടോപ്പ് സ്ക്രൈബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഫ്ലയർ ഡിസൈൻ ചെയ്യാമെന്നതാണ്. അതിനു മുമ്പ് ടോപ്പ് സ്ക്രൈബ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ വിവിധ തരം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും ഡിസൈൻ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസുമാണ് പരിചയപ്പെടുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഒരു ന്യൂ പേജ് എടുക്കുകയാണ്. A4 സൈസിലുള്ള 300 റെസൊല്യൂഷനിൽ RGB കളറിലാണ് ഞാൻ എടുക്കുന്നത്. ഡിജിറ്റൽ ആയതുകൊണ്ട് RGB ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കൊരു ന്യൂ ലെയർ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ലെയർ നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഇനി റെക്ടാങ്കുലർ മാർക്ക് ടൂൾ യൂസ് ചെയ്തിട്ട് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു ബോക്സ് വരക്കാം. ഇതിലേക്ക് ഞാൻ കൺട്രോൾ ഡിലീറ്റ് എന്ന ബട്ടൺ നോക്കിയിട്ട് വൈറ്റ് കളർ ആഡ് ചെയ്യാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ടാണ് വൈറ്റ് ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ലെയർ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ലൈന് വേണം. അതിനായിട്ട് ഞാനിവിടെ പോളിഗൺ ലെസോ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു ഇത് വരക്കുകയാണ്. ഷിഫ്റ്റ് നോക്കിയിട്ട് ഒരു ബോക്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വൈറ്റ് കളർ ഫില്ല് ചെയ്യാം. ഇനി കൺട്രോൾ ഡിലീറ്റ് തന്നെ അമർത്തി കളർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ബോക്സ് വരണം. അതിനായിട്ട് ന്യൂ ലെയർ എടുത്തിട്ട് ഇവിടെ ഒരു ബോക്സ് വരക്കുകയാണ്. ഏകദേശം ഈ അളവിൽ ഓക്കെ കൊടുത്ത് ആൾട്ട് ഡിലീറ്റ് നോക്കിയിട്ട് നമുക്ക് കളർ ഫില്ല് ചെയ്യാം. ഈ കളറാണ് ഫില്ല് ചെയ്യുന്നത്, ഇവിടെ ഉള്ള ഫോർവേഡ് കളറായിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് വേറെ ലെയർ ഇട്ടിട്ട് നമുക്ക് അതിലേക്കും ഫോർഗ്രൗണ്ട് കളർ തന്നെ കൊടുക്കാം. ആൾട്ട് ഡിലീറ്റ് ആക്കിയിട്ട് ദെൻ നമുക്ക് ഇവിടെ നിന്ന് വേറൊരു ബോക്സ് ആവശ്യമുണ്ട്. അതുകൊണ്ട് വേറൊരു ബോക്സ് വരച്ചു കൊടുക്കുന്നു. അത് വേറെ ലെയറിലിട്ട് നമുക്ക് ഒരു കളർ അവിടെയും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഇമേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോക്സ് വരച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ബ്ലാക്ക് കളറാണ് ഫില്ല് ചെയ്യുന്നത്. അത് ന്യൂ ലെയറിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അതേപോലെ തന്നെ ഇവിടെയും ഒരു ബ്ലാക്ക് ഇത് കൊണ്ടുവരാം നമുക്ക്. അത് ന്യൂ ലെയറിൽ ഇട്ടിട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇതിൽ ആദ്യം വരച്ച ലൈന് മുകളിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചത് ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെക്കാം. ഇനി ഓരോ ബോക്സിൻ്റെയും ഈ ലൈനിൻ്റെ ഇപ്പുറത്തുള്ള ബോക്സിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നതും മായ്ക്കാം, ഈ ഭാഗത്തുള്ളത് ആ ഭാഗത്തേക്ക് വന്നതും മായ്ക്കാം. അങ്ങനെ എല്ലാ ബോക്സിൻ്റെയും അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ക്യാപ്പ് വന്നതും വലുതാക്കി ഒന്ന് ക്യാപ്പ് ഫില്ല് ചെയ്യണം. ഇവിടെ വന്നതും ക്യാപ്പ് ഫില്ല് ചെയ്യാം. ഞാനിവിടെ ഇറൈസർ ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഇത് മായ്ക്കുന്നത്.
ഏകദേശം എല്ലാം വായിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ക്രോസ് ആയിട്ട് കിട്ടണം. അതിനായിട്ട് ഞാനിവിടെ ഇതൊന്ന് ക്രോസ് ചെയ്യാണ്. ഷിഫ്റ്റ് നോക്കിയാൽ അതിന് പാരലലായിട്ട് തന്നെ വരും. നമുക്ക് ഡിലീറ്റ് കൊടുക്കുക. ഇനി നമുക്കിതിൽ ടെക്സ്റ്റ് കൊണ്ടുവരാം. അതിന് ഏറ്റവും മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി എല്ലാ ടെക്സ്റ്റും ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് എല്ലാ ലെയറും സെലക്ട് ചെയ്യുക. ടെക്സ്റ്റുള്ള എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് അതിനൊന്ന് മൂവ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇമേജ് കൊണ്ടുവരാം. ഞാനിവിടെ അതും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൺട്രോൾ നോക്കിയിട്ട് ഇനി 2 ഇമേജും എടുക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയത്തെ ബ്ലാക്ക് ലെയറിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ആ ലെയറുമായിട്ടൊന്ന് ക്ലിപ്പി മാസ്ക് ചെയ്യാം. ഇവിടെ ആ ലെയറിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് റൈറ്റ് ബട്ടൺ നോക്കി ക്ലിപ്പി മാസ്ക് ചെയ്യാണ്. ഇവിടെ ഈ ലെയറിൻ്റെ ഇത് കയറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. റൈസർ ടൂൾ വെച്ചിട്ട് ഇനി നമുക്ക് ഈ ഇമേജ് ഇവിടേക്കുള്ള ഇമേജ് എടുക്കാം. ഏകദേശം ഇമേജ് ഇവിടെ കുറച്ച് താഴെയായിട്ടാണ് ഞാൻ വെക്കുന്നത്. ഞാൻ എൻ്റർ അടിക്കുകയാണ്. അതേപോലെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് എൻ്റർ ചെയ്യാം. എൻ്റർ കൊടുക്കാം. ദെൻ നമുക്ക് ഈ ലൈനിൻ്റെ അപ്പുറത്തേക്കുള്ളത് നമുക്ക് ഇറേസർ ടൂൾ വെച്ച് റിമൂവ് ചെയ്ത് കളയാം. ആദ്യം നമ്മൾ മുമ്പ് ഡിസേബിൾ ആക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഞാൻ എനേബിൾ ആക്കുകയാണ്. ദെൻ ഇനി ഇവിടേക്കുള്ള ലോഗോ നമുക്ക് കൊണ്ടുവരാം. അത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള ഓരോന്നിൻ്റെയും കളറ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ കളറും സെലക്ട് ചെയ്യാം. മുകളിൽ ഈ പാർട്ടിക്കാണ് ആദ്യം കളർ ആഡ് ചെയ്യുന്നത്. ഞാനൊരു കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എടുത്തിട്ട് നമുക്കൊരു കളറ് ആഡ് ചെയ്യാം. ദെൻ നമുക്കിനി ഈ കളർ തന്നെ ഇനി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ അതിൻ്റെ ഒരു കോപ്പിയും കൂടി നമുക്ക് എടുക്കാം. അതേപോലെ ഈ ലെയർ ഈ ഇമേജിൻ്റെ ലെയർ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും അടിയിൽ കൊണ്ടുവന്ന് വെക്കണം. ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെക്കുക. അതേപോലെ ഈ ലെയർ ഈ ബ്ലാക്ക് കളറുള്ള ലെയർ ആ ഇമേജിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കാം. ഇനി ഈ ബ്ലാക്ക് ലെയറിനെ നമുക്ക് ഒപ്പാസിറ്റിയും ഫില്ലിങ്ങും നമുക്ക് കുറച്ച് കൊടുക്കാം. ഇതിൽ കൊടുക്കാം. അതേപോലെ ഈ മുകളിലത്തെ ലെയറിൻ്റെ ഒപ്പാസിറ്റി നമുക്കൊന്ന് 50% കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഉള്ള കളറ് ഒന്ന് മാറ്റി കൊടുക്കാം. ഈ കളറാണ് ആഡ് ചെയ്യണത്. സോറി, ലെയർ സെലക്ട് ചെയ്യണം. ഇനി ടെക്സ്റ്റിൻ്റെ കളറ് ഒന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ വൈറ്റ് കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ട്യൂട്ടോറിയലിലുള്ള ഈ ഭാഗത്തിന് വേറൊരു കളർ ആഡ് ചെയ്യണം. വൈറ്റ് ആയിട്ടുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം.
അതൊന്ന് താഴത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതേപോലെ ഈ ഇതിന് വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഇമേജിന്റെ വലിപ്പൊന്ന് കൂട്ടി കൊടുക്കാം. ഇവിടെ ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടെക്സ്റ്റ് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ടെക്സ്റ്റ് ഒന്ന് താഴത്തേക്കാക്കി കൊടുക്കാം, കുറച്ച് വലുതാക്കിയിട്ട്. ഒന്ന് കുറച്ചും കൂടി അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സെറ്റ് നോക്കാം. ഇനി നമുക്ക് ഇവിടെ ഉള്ള ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയിവിടെ മൂന്ന് സ്ഥലത്തേക്ക് ഇതാണ് യൂസ് ചെയ്യുന്നത്, തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ കോപ്പിയും കൂടി നമുക്ക് എടുക്കാം. ഇവിടെ ഓരോ കോപ്പിയും കൂടി എടുക്കാം. നമ്മളിവിടെ എന്താ ടെക്സ്റ്റ് വെച്ച് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ ടൈപ്പ് ചെയ്യാൻ നിൽക്കുന്നില്ല, ഒരു കോപ്പി എടുത്ത് കാണിച്ചു തരാണ് ഫസ്റ്റ്. നമുക്കിവിടെ ഓരോ ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഷേപ്പ് ടൂൾ എടുക്കാം. ഇവിടെ ഷേപ്പ് നമുക്ക് വേണ്ടിയ ഷേപ്പ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇവിടെ എല്ലാം ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് സ്ട്രോക്ക് ഒഴിവാക്കാം. ഫില്ല് ഞാൻ ഈ കളറ് ആഡ് ചെയ്യാണ്. ഇനി ഇവിടേക്കില്ല വരക്കാം. ഇതിനായിട്ട് അടുത്ത് ഇതെന്താണ് നമുക്ക് വേണ്ടിയത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാണ്. അതേപോലെ അപ്പുറത്തേക്ക് സെൻറ്റർക്ക് വേണ്ടിയാണ്ട് വേറൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഇത് വരച്ച് കാണിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഇതിൽ വരച്ചിട്ടുണ്ട്. ഇനി മുകളിൽ നമുക്ക് റൗണ്ട് ഷേപ്പ് കൊണ്ടുവന്ന് ഓരോന്നും അതിൻ്റെ ഇതിൽ വെക്കാം. ഇവിടെ ന്യൂ ലെയർ സെലക്ട് ചെയ്തിട്ട് ന്യൂ ലെയർ സെലക്ട് ചെയ്യാണ്. ദെൻ സ്ട്രോക്ക് ഇതിന് ബ്ലാക്കിൽ ഒരു 3% കൊടുക്കുകയാണ്. രണ്ട് കോപ്പി എടുത്തിട്ടുണ്ട്.
ഈ ബോക്സിലുള്ള ഓരോ ഇമേജും കൊണ്ടുവരാം. ഞാനിവിടെ ഓൾറെഡി ഒരു ഫോൾഡറിലാക്കിക്കൊണ്ട് തന്നെ ഒന്നെടുക്കുകയാണ്. നമുക്ക് ആദ്യം ഇവിടെ തന്നെ ഇതിൻ്റെ ഷേപ്പ് കളറൊന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കാം. കളർ ഓവർലേയിൽ പോയിട്ട്, അതായത് ലെയർ സ്റ്റൈലിൽ പോയിട്ട് ആണ് ചെയ്യണത്. നമുക്കിത് മൂവ് ചെയ്യാം. മുകളിലേക്ക് ആക്കി അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ കഴിയും ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.